ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് പറഞ്ഞ പോലെ തന്നെ ബർത്ത്ഡേ പരിപാടിക്ക് പോവാണ്. അപ്പോൾ റെഡിയായി ഗെറ്റ് റെഡിയൊക്കെ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആക്കിയിട്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഒന്നാമത്തെ ഞങ്ങൾ ലേറ്റായി എന്ന് വിചാരിച്ചിട്ട് 11 മണിക്ക് 11:30 ഫംഗ്ഷനെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോണത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ എന്നെ എടുത്തോ കാറ്, കുറേ നാളായി എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്തു. പിന്നെ പകുതി എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് ചൂവാവില്ല. ഞാൻ തന്നെ ഓടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ 11:30 അല്ല, പിറ്റത്തെ ദിവസം 11:30 ആയാലും എത്തില്ല എനിക്ക് മനസ്സിലായി. ഇതിലിപ്പോൾ ഞാൻ 1x 2x ഒക്കെ ഇട്ടിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടേക്കണം കേട്ടോ. അത് തന്നെ ഇത്ര സ്പീഡ് തോന്നണം. ഞാൻ ഇച്ചിരി മിനിമലായിട്ട് പോണത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഓടിക്കണില്ലേ ചേട്ടാ, ചേട്ടൻ തന്നെ ഓടിച്ചോ, എന്നാലേ വണ്ടി അങ്ങോട്ട് എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ചേട്ടൻ ശരി കുറേ ചേട്ടൻ പറഞ്ഞു നീ എന്നെ ഓടിക്കി പറഞ്ഞു. പിന്നെ അത് എൻ്റെ ചേട്ടനോടുത്ത് ചേട്ടൻ പറപ്പിച്ച് തുടങ്ങി. പിന്നെ വേഗം എന്ന് വെച്ചാൽ നമുക്ക് വേഗം എത്തണം എന്നായല്ലോ. പിന്നെ എൻ്റെ ഇടയിൽ വെറുതെ ഒന്ന് അമ്മേനെ വിളിച്ച് നോക്കിയപ്പോഴാണ് അമ്മ പറയുന്നത് 11:30 അല്ല 1 മണിക്ക് ആകുമ്പോഴത്തേനും എത്തിയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങളാകെ അയ്യോ ഇത്ര ധൃതി പിടിച്ച് പോരുന്നത്. അവിടെ നിന്നാണെങ്കിലോ വേഗം റെഡിയാവും എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ധൃതി പിടിച്ചായിരുന്നത്. അപ്പം പിന്നെ സ്വാഭാവികമായും ചേട്ടന് ദേഷ്യം വരുമല്ലോ. അങ്ങനെ കുറച്ച് നേരം ആ ഡയലോഗ് കേട്ട് വരുന്ന വഴിക്ക് അമ്മേനെ സൊസൈറ്റിയിൽ നിന്നൊക്കെ എടുത്ത് അമ്മയ്ക്ക് എന്തോ ഗ്രാമസഭ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മേനെ ഡ്രസ്സ് മാറ്റിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ ഞങ്ങൾ മറ്റത്തിലായിരുന്നു അമ്മാമ്മേൻ്റെ വീട്. ഇതെൻ്റെ അപ്പാപ്പൻ്റെ അനിയത്തിയാണ്. അനിയത്തീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, 70ാമത്തെ പിറന്നാളാണ്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബട്ടർ ഫ്രൂട്ടോ പീനട്ട് ബട്ടറോ അങ്ങനെ എന്തോ ഒരു ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു, മരം. അങ്ങനെ ഞാൻ അമ്മമ്മേനെ വിഷയൊക്കെ ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഫോൺ കൊടുത്തത്, എൻ്റെ അമ്മയുടെ. പക്ഷേ എല്ലാതും എടുത്തു അമ്മ വീഡിയോ, പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. അങ്ങനെ നല്ല സഹായമൊക്കെ ചെയ്ത് അമ്മമ്മയ്ക്ക് തന്നെ ഓരോരുത്തർ വിളിച്ച് വിഷയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മമ്മയുടെ മൂത്ത മോനൊരു ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ഒരാളാട്ടോ. പിന്നെ അമ്മയും ഉണ്ണിയും കൂടിയിട്ട് വഴിയുടെ അറ്റത്തേക്ക് പോയി. അവർക്ക് വഴി അറിയാണ്ട് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു. എന്നിട്ട് എൻ്റെ ചേട്ടനും ചേച്ചീനെയും കൂട്ടി പോയി വഴിയൊക്കെ കാട്ടി കൊടുത്ത് അവർ വന്ന്. ഇതിപ്പോൾ കാണണമെന്ന് അറിയോ, ഇവൻ്റെ അതേ ദിവസം പ്രസവിച്ചതാണ് ഈ ഉണ്ണി. ഞങ്ങളുടെ കസിൻ തന്നെ, പക്ഷേ ഇവനപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇവൻ്റെ പ്രായത്തിന് ഇവൻ്റെ ഒത്തൊരു കുട്ടീനെ കിട്ടണത്. ഇവനിരുന്ന് ചിരിച്ച് മയക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർന്നുണ്ടായിരുന്നില്ല കേട്ടാ, അവനപ്പോഴും അങ്ങോട്ട് തന്നെ കണ്ടില്ലേ. ആ കുട്ടി നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുക. ഇവൻ പോയി മാന്തി ചൊറിഞ്ഞ് എന്താ മിണ്ടാത്തേ എന്നുള്ള വർത്തമാനത്തിൽ കുറേ മാന്തുണ്ട്, കുറേ പിടിച്ച് വലിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ശരിയാവില്ല, ഞാൻ വേഗം പോട്ടേന്ന്. അങ്ങനെ കുട്ടിയുടെ അമ്മയുടെ അടുത്തേക്ക് വേഗം ഓടി, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുമോ എന്നുള്ള നിലയിൽ. പിന്നെ അത് കഴിഞ്ഞ് വന്ന ഇതാണ് എൻ്റെ അമ്മമ്മ. അങ്ങനെ ഇതൊക്കെ എൻ്റെ കസിൻസാണ്, എൻ്റെ ചേച്ചി. പിന്നെ ആ അറ്റത്ത് നിൽക്കുന്നതാണ് എൻ്റെ ആൻറ്റി. പാവർട്ടി സ്കൂളിലാട്ടോ ജോലി. അപ്പോൾ ആൻറ്റി ജോലിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറയും ഇതൊക്കെ ഞാൻ എടുത്തിടും, വീഡിയോയിൽ എടുത്തിടും എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ നീ ഇടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു, കുറേ പേരൊക്കെ വന്നു. ആൻറ്റിയുടെ തള്ളൽ ഇപ്പോഴും നിന്നിട്ടില്ല. പിന്നെ ഇവനെ മറ്റേ നമ്മൾ ഒരു കുഞ്ഞ് തലോണ മേത്ത് വെച്ചെടുത്തപ്പോൾ അതിൻ്റെ വെയിറ്റ് പോലും താങ്ങാൻ പറ്റുന്നില്ല. അവനത് ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതെങ്ങനെയും മേത്തുനിന്ന് മാറ്റാനുള്ള നിലയിലാണ്. അപ്പോൾ അവൻ്റെ വലിയ നല്ല കളിയിലാണ്. അവനേറ്റവും പറ്റിയ കൂട്ട് അവൾ തന്നെ കേട്ടോ. പിന്നെ എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടി വന്നിരുന്നു. കേക്ക് മുറിക്കണ വിശേഷങ്ങളായി. പിന്നെ അപ്പോൾ ലിയാനാണെങ്കിൽ ആരും കൈകൊട്ടി തുടങ്ങിയിട്ട് പാട്ട് പാടിയിട്ടോ കേക്ക് മുറിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് കേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മാമ്മ ചെയ്യുന്ന ഓരോ പരിപാടിയാണ്. അങ്ങനെ കേക്ക് മുറി പരിപാടി ഇതാ ഈ ബർത്ത്ഡേ നടക്കുന്ന അമ്മാമ്മ 2 മക്കളാണുള്ളത്, 2 ആൺകുട്ടികളും പിന്നെ ഒരു പെൺകുട്ടിയാണുള്ളത്. പെൺകുട്ടിയുടെ അതെൻ്റെ ആൻറ്റി വിജയ്സി എന്ന് വരും. ആൻറ്റിയുടെ മോളുടെ കുട്ടിയാണ് ആ നിൽക്കുന്ന കുട്ടി. അപ്പോൾ അമ്മാമ്മ മുത്തിയമ്മ. അപ്പോൾ അമ്മാമ്മ ചേച്ചിക്ക് വെച്ച് കൊടുത്തു, വേറൊരു ചേച്ചിക്ക് വെച്ച് കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ കേക്ക് വെച്ച് കൊടുത്ത് മക്കളും. ആദ്യം ഇത് മൂത്ത ചേട്ടൻ വന്നു, വിജേഷ് എന്നാണ് പേര്. ഈ ചേട്ടനാണ് ഷോർട്ട് ഫിലിം ചെറുതായിട്ടൊക്കെ നടത്തുന്നുണ്ട്. ആൾ കുറേ നാളായിട്ടാണ് ഷോർട്ട് ഫിലിമൊക്കെ നടത്തി തുടങ്ങിയിട്ട്. ചെറിയ ഇങ്ങനെ വേഷങ്ങൾ ചെറിയ ഇതൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ആൾ. ഞാൻ കേട്ട് തുടങ്ങിയത് തൊട്ടേ ആൾ ഷോർട്ട് ഫിലിം തന്നെയാണ് നടത്തുന്നത്.
അങ്ങനെ അമ്മാമ്മയുടെ ആങ്ങളമാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വന്ന് മേടിക്കുന്നുണ്ട്. ഇത് അമ്മാമ്മയുടെ ചേച്ചിയുടെ മോനാണ് ഇപ്പോൾ വന്നു പോയത്. ഇത് വേറൊരു ആങ്ങള, ഇതെൻ്റെ അപ്പാപ്പൻ്റെ അനിയൻ. അങ്ങനെ അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം ഞാനും ലിയാനും കൂടി പോയിട്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി പോയി. ഇവനെന്ന് വെച്ചാൽ ഞാൻ കേക്ക് വേണ്ടാന്ന് പറയുമ്പോഴത്തേന് ഇവൻ ആ കേക്കിൻ്റെ ട്രേന്ന് കൈയിട്ട് കാന്തി. അതാണ് ഇവൻ്റെ. പിന്നെ ലിയാൻ കേക്കൊക്കെ കൊടുത്ത് ഹാപ്പിയായി. ഹാപ്പി ബർത്ത്ഡേക്ക് പറഞ്ഞ് ഗിഫ്റ്റൊക്കെ നമ്മൾ വന്ന ആവശ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിട്ടാണ്. ഗിഫ്റ്റ് പക്ഷെ ഞാൻ പൊട്ടിക്കാൻ മറന്നുപോയി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്. അപ്പം ഞാനത് ലാസ്റ്റ് ഞാൻ എടുത്തതിലത്തെ ഫോട്ടോ ഞാനിടാം, അതാകുമ്പം മതിയല്ലോ, അപ്പോഴല്ല അതേതൊന്നും മനസ്സിലാവും. ഇതെൻ്റെ പേപ്പനാട്ടാ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. സദ്യയായിരുന്നു, നല്ല സദ്യയായിരുന്നു, ഒരു മിനിമൽ നല്ല സദ്യ. കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്നോരോന്ന് തീരുമ്പോൾ ഓരോന്നോരോന്ന് വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പായസമൊക്കെ ഉണ്ടായിരുന്നു, പാലടയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞുവാവനൊക്കെ കണ്ട് വേഗം പോകുന്നു. പിന്നെ വന്നിട്ട് ഞങ്ങൾക്ക് വരുമ്പോഴത്തേനും പിന്നെ അവൻ അമ്മമ്മനെ കണ്ടു. പിന്നെ അമ്മമ്മയുടെ അടുത്ത് കളിയായി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കോഴിക്കോട് പോന്നു. അതിൻ്റെ വീഡിയോ വേറെ ഇടാം കേട്ടോ. താങ്ക് യു.